ഹലോ എവ്രി വൺ, സൺഡേ ചാറ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഭാരതത്തിന്റെ ലിസിയോ എന്നറിയപ്പെടുന്ന ഇരിങ്ങാലക്കുട രൂപതയിലെ ലിറ്റിൽ ഫ്ലവർ ചർച്ച് പോട്ട, അവിടുത്തെ കാറ്റക്കിസം കുട്ടികൾക്കൊപ്പം നാവ് വാക്ക് എന്ന വിഷയവുമായിട്ടാണ് സൺഡേ ചാറ്റ് ഇന്ന് എത്തിയിരിക്കുന്നത്. സോ ലെറ്റ്സ് ഗോ വിത്ത് ജീസസ്, ലെറ്റ്സ് ചാറ്റ് വിത്ത് ജീസസ്. ആയിരത്തി 1930 പോട്ട ലിറ്റിൽ ഫ്ലവർ പള്ളി സ്ഥാപിതമായത്. അന്ന് ഏകദേശം 200 കുടുംബങ്ങളായിരുന്നു ഈ വിശ്വാസ സമൂഹത്തിന്റെ അടിത്തറ. 100 വർഷത്തോടടുക്കുന്ന ഈ ദിവ്യ സാന്നിധ്യം ദൈവഭക്തരായ അനേകരുടെ ആത്മീയ വളർച്ചയ്ക്കായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ നിലയിൽ 1700-ലധികം കുടുംബങ്ങളാണ് ഈ ദേവാലയത്തിൽ ഇടവകാംഗങ്ങളായിട്ടുള്ളത്. ഏകദേശം 1000-ഓളം വിദ്യാർത്ഥികളുള്ള പോട്ട പള്ളിയിലെ കാറ്റക്കിസം വിഭാഗം ഇരിങ്ങാലക്കുട രൂപതയിലെ ഏറ്റവും വലിയ കാറ്റക്കിസം യൂണിറ്റുകളിൽ ഒന്നാണ്. വിദ്യാർത്ഥികളുടെ ആത്മീയവും മാനസികവുമായ വളർച്ചയ്ക്കായി 50ഓളം അധ്യാപകരും അവരെ സഹായിക്കുന്നതിനായി 10ഓളം യുവാക്കളടങ്ങുന്ന നോൺ ടീച്ചിങ് സ്റ്റാഫുകളും സമർപ്പിതമായി ഡിപ്പാർട്ട്മെന്റിൽ സേവനം അനുഷ്ഠിക്കുന്നു. പോട്ടപ്പള്ളിയിലെ കാറ്റക്കിസം ഡിപ്പാർട്ട്മെന്റ് നേതൃത്വത്തിൽ 2 പ്രത്യേക മിനിസ്ട്രികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇന്റൻസീവ് ഫെയ്ത്ത് ലാബ് അഥവാ IFL എന്നറിയപ്പെടുന്ന ഇടവകയിലെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഒരു കൈത്താങ്ങായിക്കൊണ്ടിരിക്കുന്ന ഒരു ഇനിഷ്യേറ്റീവ്. രണ്ടാമത്തേത് 1 മുതൽ 9 വരെയുള്ള കുട്ടികൾക്കായി ഒരു സ്പെഷ്യൽ കിഡ്സ് മിനിസ്ട്രി. കുട്ടികളെ ജ്ഞാനത്തിലും പ്രായത്തിലും മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും പ്രീതിയിൽ വളർത്താൻ കാറ്റക്കിസം ഡിപ്പാർട്ട്മെന്റിന്റെ സ്പെഷ്യൽ ഇനിഷ്യേറ്റീവ്. പോട്ട ലിറ്റിൽ ഫ്ലവർ പള്ളി വിശ്വാസത്തിന്റെ വിളക്കായി, ആത്മീയതയുടെ വഴികാട്ടിയായി ഇന്നും അജസ്രം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. സൺഡേ ചാറ്റിന്റെ ഈ യാത്ര ഇന്നിവിടെ എത്തി നിൽക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. അച്ഛൻ, എന്താണ് ഈ ഇടവകയുടെ പ്രത്യേകതകളെ പറ്റി സൺഡേ ചാറ്റിനോട് ഈ ശാലോം പ്രേക്ഷകരോട് പറയാനുള്ളതെന്നൊന്ന് പറയാമോ? ആദ്യമേ തന്നെ ശാലോം ടിവിയുടെ സൺഡേ ചാറ്റ് എന്നുള്ള പ്രോഗ്രാമിന് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ പുതിയ തലമുറയെ ഉണർത്തിയെടുക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇതിലൂടെ സാക്ഷാത്കരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുകയാണ്. കുട്ടികളുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷൻ, വിശ്വാസത്തിന്റെ മേഖലയിൽ അവര് കുറേയും കൂടി ഉണർന്ന് പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടമാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു, ജീൻസ് ഇടുന്ന, ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന, സിനിമ കാണുന്ന വിശുദ്ധരെയൊക്കെ നമുക്ക് ആവശ്യമുണ്ട് എന്ന്. ആ പുണ്യാത്മാവിന്റെ വചനങ്ങൾക്ക് അക്ഷരാർത്ഥത്തിൽ ഒരു വലിയ വിശുദ്ധനെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ പോട്ട ഇടവകയെ സംബന്ധിച്ചിടത്തോളം പോട്ടയിൽ വിശുദ്ധന്റെ തിരുശേഷിപ്പ് വരാൻ പോവുകയാണ്. കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി നിൽക്കുകയാണ്. ഈ കാർലോ എത്രമാത്രം ഈ കാലഘട്ടത്തിന്റെ വിശുദ്ധനാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുന്ന വിശ്വാസ കൈമാറ്റത്തിൽ ഈ സൺഡേ ചാറ്റ് പ്രോഗ്രാം ഏറ്റവും അഭിനന്ദനീയമായ കാര്യമാണ്. എല്ലാവിധ ആശംസകളും നൽകുന്നു. 1930 ഈ ഇടവക സ്ഥാപിതമാകുന്നത്. ഈ ഇടവക സ്ഥാപിതമാകുമ്പോൾ ഏതാനും വീടുകൾ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് 1700ഓളം കുടുംബങ്ങളുള്ള ഒരു ഇടവക, വലിയൊരു ഇടവകയാണ്. അപ്പോൾ എൻ്റെ കൂടെ 2 കൊച്ചന്മാരാണുള്ളത്. 2 കൊച്ചന്മാര് അതുപോലെ തന്നെ സെമിനാരിയിൽ നിന്ന് കാറ്റക്കിസം പഠിപ്പിക്കാനും ഫോർമേഷനായിട്ട് ബ്രദർ വന്നിട്ടുണ്ട്. 4 കൈക്കാരന്മാരുണ്ട്. 46 കുടുംബ സമ്മേളനങ്ങളാണ് ഇവിടെയുള്ളത്. ആ കുടുംബ സമ്മേളനങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടും അതുപോലെ തന്നെ വിവിധമായിട്ടുള്ള പദ്ധതികളിലൂടെയാണ് ഈ ഇടവക മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഇടവകയുടെ ചരിത്രം പഠിക്കുകയാണെങ്കിൽ കൊച്ചു ത്രേസ്യ പുണ്യവതിയുടെ വലിയ ഇടപെടലുണ്ടായിട്ടുള്ള ഒരു ഇടവകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ ഈ ടീം വർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. കൊച്ചന്മാരും അതുപോലെ തന്നെ കൈക്കാരന്മാരും വിവിധ കമ്മിറ്റികളൊക്കെ കൂടുന്ന ഒരു ഇടവക സമൂഹത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് അങ്ങനെയാണ്. ജപമാല മാസത്തോടനുബന്ധിച്ച് ഈ സൺഡേ കാറ്റക്കിസത്തിലെ കുട്ടികള് അവരൊരു മരിയൻ എക്സിബിഷൻ നടത്തി. അതിവിടെ ഞങ്ങൾ ഇവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. അവർ വിവിധങ്ങളായിട്ടുള്ള അവരുടെ കലാവിരുന്ന്, പരിശുദ്ധ മാതാവിൻ്റെ ആ പ്രത്യേകമായിട്ടുള്ള ആ ഇടപെടലൊക്കെ അവർ മനസ്സിൽ കണ്ടുകൊണ്ട് അവർ വിവിധമായിട്ടുള്ള പ്രോഗ്രാമുകളാണ് അതിലൂടെ ചെയ്തിട്ട്. അതുപോലെ തന്നെ വിവിധ പരിപാടികളാണ്. കുട്ടികൾ അനാഥാലയങ്ങൾ സന്ദർശിക്കുന്നു, കാരുണ്യ പദ്ധതികളിൽ പ്രവർത്തിക്കുന്നു. ഇങ്ങനെ ഈ സൺഡേ കാറ്റക്കിസത്തിലെ കുട്ടികളും അധ്യാപകരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് അച്ഛന്മാരോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ടാണ് ഈ വിശ്വാസ കൈമാറ്റം നൽകുന്നത്. നമ്മുടെ കുട്ടികളൊക്കെ ഇപ്പോൾ ഇവിടെ നിരന്നു നിൽക്കുകയാണ്. ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ള വലിയ ആർജവത്തോടും ആഘോഷത്തോടും കൂടിയാണ് അവർ നിൽക്കുന്നത്. നിങ്ങൾ അവരേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്.
കാറ്റഗിസം സ്റ്റുഡൻസും അതുപോലെ അധ്യാപകരും നമ്മളുടെ കൂടെ ആയിരിക്കാൻ റെഡിയാണ്. നമുക്ക് അവരുടെ അടുത്തേക്ക് പോവാം. പ്രൈസ് ദി ലോർഡ്. നാവ് തീയാണെന്നൊക്കെ പറഞ്ഞു. എല്ലാം തച്ചുടയ്ക്കാൻ തക്ക കപ്പാസിറ്റിയുള്ള സംഗതിയാണ് ഈ നാവും ഈ നാവിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകളും. ആമേൻ റൈറ്റ്? ബൈബിളിൽ നാവിനെ പറ്റി എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തുത്തരം പറയും? ആർക്ക് വേണമെങ്കിലും ഉത്തരം പറയാം. ഒരു കുട്ടി കൈയുയർത്തിയിട്ടുണ്ട്. നാവിനെ കുറിച്ച് പ്രധാനമായും തിരുവചനത്തിൽ പ്രതിപാദിക്കുന്നത് വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ പുസ്തകത്തിലാണ്. ഇതിൽ പറയുന്നത് നമ്മുടെ നാവ് നരകാഗ്നിയിൽ ജ്വലിക്കേണ്ട ഒന്ന് പ്രകൃതി ചക്രത്തെ ചുട്ടുപഴിപ്പിക്കുന്നു എന്നാണ്. മാത്രമല്ല നമ്മുടെ നാവ് ഒരു തീയാണ്. അത് ദുഷ്ടരുടെ ഒരു ലോകം തന്നെയാണ്. മനുഷ്യന് നിയന്ത്രിക്കാൻ കഴിയാത്തവയാണ് നാവ്. അതുകൊണ്ട് തന്നെ അത് മാരകമായ വിഷവുമാണെന്നാണ് തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നത്. വെരി ഗുഡ്, വണ്ടർഫുൾ. ഭയങ്കര തിയോളജിക്കലി ഭയങ്കര അടിപൊളി ആൻസർ ആയിരുന്നു. കൺഗ്രാറ്റുലേഷൻ ഡിയർ. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ നാവ് നിങ്ങൾ ഉപയോഗിക്കുന്നത് മറ്റുള്ളവരെ ഇല്ലാണ്ടാക്കാനാണോ മറ്റുള്ളവരെ പടുത്തുയർത്താൻ വേണ്ടിയിട്ടാണോ? എങ്ങനെയാണ് നിങ്ങൾ മറ്റുള്ളവരെ പടുത്തുയർത്താൻ വേണ്ടി നിങ്ങളുടെ നാവ് ഉപയോഗിക്കുന്നത്? അവരെ പ്രോത്സാഹിപ്പിക്കണം. വണ്ടർഫുൾ. അടുത്ത ആൾ പറയട്ടെ. കമോൺ. നമ്മള് ഇപ്പൊ ഒരാൾക്ക് ആത്മവിശ്വാസം കൊടുക്കുക. ഒരാൾക്ക് ആത്മവിശ്വാസം നമ്മൾ വാക്കുകൾ പറഞ്ഞു കൊടുത്താൽ കിട്ടുന്നതാണ്. മോന്റെ പേര്? ബ്രസീൽ. ബ്രസീൽ എന്നൊരു ഡിഫറെന്റ് നെയിമാണ്. വെരി വണ്ടർഫുൾ. വേറെ ആരെങ്കിലും? നാവ് കൊണ്ട് എങ്ങനെ നമുക്ക് നമ്മുടെ കൂട്ടുകാരെ പടുത്തുയർത്താം? യെസ്, ഒരു മിടുക്കി ചോദിച്ചു മേടിച്ചു. മോളുടെ പേര് പറയാവോ? നിയ പറയുന്നത് കേട്ടോളൂ കേട്ടാ. അവരുടെ സങ്കടങ്ങളിൽ ആശ്വാസ വാക്കുകൾ പകരം. നമ്മുടെ വാക്കുകൾക്ക് വലിയ ശക്തിയുണ്ട്. ആരെങ്കിലും സങ്കടപ്പെട്ടിരുന്നാൽ അവരുടെ അടുത്ത് പോയി നമ്മൾ ആശ്വാസ വാക്കുകൾ എങ്ങനെയാ പറയുന്നത്? ആശ്വാസ വാക്കുകൾ പറഞ്ഞാൽ അവർക്ക് അതിൽ നിന്ന് പുറത്തടക്കാൻ പറ്റും. വെരി ഗുഡ്. സോ നാവ് ഭയങ്കര പവർഫുൾ ആണ്. എല്ലാത്തിനെയും നിങ്ങളെ തന്നെയും നോക്കൂ. ചില ആളുകളൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? എല്ലാ ദിവസവും കണ്ണാടിയുടെ മുമ്പിൽ പോയിരുന്നു പറഞ്ഞാൽ ഐ ആം ദ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ യു വിൽ ബിക്കം ബെസ്റ്റ് പേഴ്സൺ ഇൻ ദിസ് വേൾഡ്. അങ്ങനെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? നിങ്ങൾ നിങ്ങളോട് തന്നെ പറയണം, യെസ് ഞാൻ വളരെ മനസ്സിൽ പറയാൻ ഉറക്കെ പറയും, ഞാൻ ഭയങ്കര അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞാൽ യു വിൽ ബിക്കം ബെസ്റ്റ് ഇൻ ദ വേൾഡ്. കൈവിട്ട ആയുധവും വാവിട്ട വാക്കും തിരിച്ചെടുക്കാൻ പറ്റില്ല. പോയാ പോയി, പിന്നെ തിരിച്ചു വരില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പണ്ടേ മുതൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വാക്കിനെ വളരെയധികം ശക്തിയാണ്. അത് ഉണ്ടാക്കാനും നശിപ്പിക്കാനും പെട്ടെന്ന് സാധിക്കും. എന്തെങ്കിലും ഒരു സാധനം താഴെ വീണ് കഴിഞ്ഞാൽ അത് നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷെ നാക്കുകൊണ്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല. നമ്മളൊരാളോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് എങ്ങനെ ഫീൽ ചെയ്തെന്ന് പോലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ആളെ തന്നെ സന്തോഷിപ്പിച്ചേക്കാം, അല്ലെങ്കിൽ അത് ദുഃഖത്തിലേക്ക് ഏർപ്പെട്ടേക്കാം. നമ്മളെന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ട്രസ്റ്റോടും നമ്മൾ ലവും കെയറും കൊടുത്തു കഴിഞ്ഞാൽ എന്ത് നമ്മൾ പറഞ്ഞാലും അതൊരിക്കലും ഒരാളെ വേദനിപ്പിക്കില്ല. നമ്മൾ എന്തെങ്കിലും നല്ല രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആൾക്ക് എപ്പോഴും വെളിച്ചം മാത്രമേ നമുക്ക് പകർന്നത് കൊടുക്കാൻ പറ്റുള്ളൂ. താങ്ക് യു. വെരി ഗുഡ്, വണ്ടർഫുൾ. നല്ലൊരു കേൾവി കൊടുക്കാം നമ്മൾക്ക്. വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞത്. എത്ര ചെറിയ ആളായാലും എത്ര വലിയ ആളായാലും നമ്മൾ നല്ല സത്വചനങ്ങൾ പറഞ്ഞാൽ, അതാണ് മോള് കോട്ട് ചെയ്തത്. സത്വചനങ്ങൾ പറഞ്ഞാൽ നിന്റെ നാവ് എൻ്റെ നാവ് പോലെ ആക്കുന്നാണ് ദൈവം പറയുന്നത്. നമ്മുടെ കൂട്ടുകാര് ഒരു മനോഹരമായ ഡാൻസ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. നമുക്ക് ആ ഡാൻസ് കണ്ടതിന് ശേഷം തിരിച്ചു വരാം. മലമുകളിൽ മനസ്സുകളിൽ ഒരു പോലാനന്ദ മകതാരിൽ പുൽക്കൂട് വിരിയുമ്പോഴാനന്ദം. ആകാശതാരങ്ങളെ പുതിയൊരു ആത്മീയ സ്തുതി പാടുവിൻ. ആകാശതാരങ്ങളെ പുതിയൊരു ആത്മീയ സ്തുതി പാടുവിൻ. ക്രിസ്മസ് രാവ്, ക്രിസ്മസ് രാവ്, ക്രിസ്മസ് രാവ്, ക്രിസ്മസ് രാവ്. കണ്ണീരിൽ തൂകുന്ന പാപങ്ങളെല്ലാരും ഒന്നിച്ചു പാടുന്നിതാ.
insieme, insieme a trovarlo. E con la stella dei mangi davanti a noi. ആനന്ദം മഞ്ഞായി പെയ്യും നേരം വന്നേ ഹാപ്പി ക്രിസ്മസ്. ആഘോഷം താളം തുള്ളും കാലം വന്നേ മെറി ക്രിസ്മസ്. ഒരു താരം എന്റെ കണ്ണിൻ മുന്നിൽ മിന്നും മിഴിയാകെ പുതുവർണ്ണം. ഇനി ആടാം പാടാം സന്തോഷത്തിൻ ഇളം എന്നാണ്. മിശിഹ എന്റെ ഹൃത്തിൽ വന്ന നേരം മനമാകെ പുതുജീവൻ. ഇനി മണ്ണും മിണ്ണും ചൈതന്യത്താൽ നൃത്തം ചെയ്യുന്നേ. ഒരു താരം എന്റെ കണ്ണിൻ മുന്നിൽ മിന്നും മിഴിയാകെ പുതുവർണ്ണം. ഇനി ആടാം പാടാം സന്തോഷത്തിൻ ഇളം എന്നാണ്. മിശിഹ എന്റെ ഹൃത്തിൽ വന്ന നേരം മനമാകെ പുതുജീവൻ. ഇനി മണ്ണും മിണ്ണും ചൈതന്യത്താൽ നൃത്തം ചെയ്യുന്നേ. ഒരു ക്രിസ്മസ് ഫീലൊക്കെ പെട്ടെന്ന് തോന്നി തുടങ്ങി ഈ പാട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ. നമുക്ക് നമ്മളുടെ ഒരു അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ് ഉടനെ തന്നെ. യേശു ക്രിസ്തുവിന്റെ വാക്കുകൾക്ക് ഈ 2000 വർഷങ്ങൾക്ക് ഇപ്പുറവും എന്തുകൊണ്ടാണ് ഇപ്പോഴും പ്രാധാന്യമുള്ളത്? എൻ്റെ പേര് സെബി, ഞാൻ 9 പഠിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വാക്കുകൾക്ക് ഈ ലോകത്തിൽ വളരെയധികം പ്രാധാന്യമാണുള്ളത്. അവ നമ്മെ സ്നേഹത്തിൽ അടിയുറച്ചു നിർത്താനും തെറ്റുകൾ ക്ഷമിക്കാനും മറ്റുള്ളവരുടെ പാപങ്ങൾ പൊറുക്കാനും യേശുവിൻ്റെ വാക്കുകൾ നമുക്ക് രക്ഷ പ്രദാനം ചെയ്യാനൊക്കെ സഹായകമാണ്. യേശുവിൻ്റെ വാക്കുകൾ നമുക്ക് പ്രത്യാശയും പ്രത്യേകിച്ച് ധൈര്യവും പകരുന്നു. ഏത് ആപത്ത് ഘട്ടങ്ങളെയും നേരിടാനുള്ള ഒരു ശക്തിയും ധൈര്യവും എല്ലാം നമുക്ക് ആത്മധൈര്യമൊക്കെ അതിൽ കൂടെ നമുക്ക് ലഭിക്കുന്നു. വാക്കുകൾ ആശയങ്ങളെ കൈമാറാനുള്ള മാധ്യമങ്ങളായാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. യേശുവിൻ്റെ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ മഹത്വപൂർണമായ ആശയങ്ങളെ നമ്മെ പങ്കുവയ്ക്കുന്നു, അവയിൽ നമ്മെ ഉറച്ചു നിർത്തുകയും ചെയ്യുന്നു. ഭയങ്കര അടിപൊളിയായിരുന്നു. ഒന്ന് കൈയടിച്ച്. മോൻ പറഞ്ഞത് ബ്യൂട്ടിഫുൾ, സൂപ്പർ. ഈ ലോകത്തിൽ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ സ്ട്രഗിൾസ് വന്നാലും അതിനെല്ലാം പരിഹാരം ഈശോ കുറച്ച് വാക്കുകളിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് പറയാം ഹല്ലേലൂയ. ദാറ്റ് ഈസ് ദ പവർ ഓഫ് വേർഡ്. ഈശോന്റെ വാക്കുകളുടെ ശക്തി അതാണ്. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാണ്. മറ്റുള്ളവർക്ക് നമ്മുടെ വാക്കുകൾ എങ്ങനെയാണ് അനുഗ്രഹമായി മാറുന്നത്? എൻ്റെ പേര് ലേന, ഞാൻ 10A പഠിക്കുന്നു. ഒരു നല്ല സംസാരത്തിന് മറ്റുള്ളവരുടെ ജീവിതത്തിൽ അനുഗ്രഹം നൽകാനുള്ള ശക്തിയുണ്ട്. നമ്മൾ സ്നേഹത്തോടെ പറയുന്ന വാക്കുകൾ നമ്മുടെ മനസ്സിനെ ആശ്വസിപ്പിക്കുകയും ആത്മവിശ്വാസം നൽകുകയും ചെയ്യുന്നു. ദുഃഖത്തിലായിരുന്ന ആളുടെ മനസ്സിൽ നമ്മൾ നല്ല വാക്ക് പറയുമ്പോൾ അവരുടെ മനസ്സിൽ അവർ തിരിച്ച ജീവിതത്തിലേക്ക് വരും. ഇപ്പോൾ തകർന്നിരിക്കുന്ന ആളോട് നമ്മളൊരു നല്ല വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ജീവിതത്തിലേക്ക് വരും. വെരി ഗുഡ്, വണ്ടർഫുൾ. ഉടനെ തന്നെ നമ്മുടെ കൂട്ടുകാരൻ നമുക്ക് വേണ്ടി ഒരു ഡാൻസും കൂടെ ഒരുങ്ങിയിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ചു വരാം.
విలాపములకు జీవినిచ్చెను, శ్రమ కలాపములకు సెలవిచ్చెను. విలాపములకు జీవినిచ్చెను, శ్రమ కలాపములకు సెలవిచ్చెను. శిలానగముపైకి లాగినను సుఖ కళావళుల్ మనసులోన నిలిచెను. മനോഹരമായ ഒരു ഡാൻസ്, വെള്ള ഉടുപ്പൊക്കെ ഇട്ട് നല്ല ഏഞ്ചൽസിനെ പോലെ ഡാൻസ് അടിപൊളിയായിരുന്നു. നല്ലൊരു കേടി ഒരു പ്രാവശ്യം കൂടെ കൊടുക്കുക കേട്ടോ. ഈ പുതിയ നിയമത്തിൽ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ മേൽ ഇറങ്ങി വന്നു. പെന്തക്കോസ്ത ദിനത്തിൽ ഈ നാവുകളുടെ രൂപത്തിലാണ് ഇറങ്ങി വന്നത്. വായ് നാവുകളുടെ രൂപത്തിൽ ഇറങ്ങി വന്നത് വളരെ സിംബോളിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നാവുകളുടെ രൂപത്തിലാണ് ശിഷ്യന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത്. എന്റെ അഭിപ്രായത്തിൽ ഇതിനുള്ള കാരണം അഗ്നിജ്വാലകൾ പോലുള്ള നാവുകളുടെ രൂപം ശിഷ്യന്മാരുടെ പഠിപ്പിക്കലിന്റെയും പ്രസംഗത്തിന്റെയും പവിത്രമായ സ്വഭാവത്തിന്റെയും ദിവ്യമായ അധികാരത്തെയും സൂചിപ്പിക്കുന്നു. അഗ്നി എന്നത് ശുദ്ധതയുടെയും വെളിച്ചത്തിന്റെയും ശക്തിയുടെയും അടയാളമാണ്. അതുകൊണ്ടാണ് ദൈവം അഗ്നിജ്വാലകൾ പോലുള്ള നാവുകളുടെ രൂപം തിരഞ്ഞെടുത്തത്. അവരുടെ വാക്കുകളുടെ തീക്ഷ്ണത അഗ്നി പോലെ ജ്വലിക്കണം. അങ്ങനെ എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടണം. വെരി ഗുഡ്, നല്ലൊരു ഗൈഡ് കൊടുക്കാം. ഒരു കൊച്ചച്ഛൻ എന്ന് പറയുന്നത് പോലെ വളരെ മനോഹരമായിട്ട് പറഞ്ഞു. താങ്ക് യു, കൺഗ്രാറ്റുലേഷൻ. നമ്മൾ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കാൻ പോകണം. അതിന് ഉത്തരം പറയുന്നവർക്ക് കുഞ്ഞു സമ്മാനം കൂടെ ഉണ്ട്. ആദ്യത്തെ ചോദ്യം, പഴയ നിയമത്തില് ന്യായാധിപന്മാരുടെ പുസ്തകത്തില് വളരെ പവർഫുള്ളായ ശക്തനായ ദൈവത്തിന്റെ സ്വന്തം പുരുഷനുണ്ടായിരുന്നു. ആളുടെ അഭിഷേകം, പവർ ഒളിച്ചിരുന്നത് ആളുടെ മുടിയിലാണ്, തലമുടിയിലാണ്. ഉത്തരം അറിയാവുന്ന ആൾക്ക് കൈപൊക്കാം. മോനാണ് ഫസ്റ്റ് കൈപൊക്കിയത്. സാംസൺ ആണ് ഉത്തരം. മോന് സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ ശാലോം ടിവിയുടെ ഡയറക്ടർമാരിൽ ഒരാളായ ജെയിംസ് സാറിനെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. നോക്കൂ, അടുത്ത ചോദ്യം, നമ്മുടെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ആകുന്നതിന് മുൻപ് അദ്ദേഹത്തിന്റെ പേര് എന്തായിരുന്നു? കരോൾ വോയ്റ്റീവ. കാരോൾ വോയ്റ്റീവ എന്നാണ് ഉത്തരം. മോന് സമ്മാനം കൊടുക്കുന്നത് നിങ്ങളുടെ കാറ്റഗിസം ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ടീച്ചർ, അധ്യാപകൻ ആരാണ്? ജോയി മാഷാണ്. അപ്പൊ ജോയി മാഷ് നമുക്ക് സ്വാഗതം ചെയ്യാൻ വരൂ. കമോൺ, നല്ലൊരു ഗൈഡ് കൊടുക്കാം കേട്ടോ. വണ്ടർഫുൾ. അപ്പൊ നമ്മൾ അടുത്ത ചോദ്യം ഇതാണ്. ബൈബിളില് നാവ് ഭയങ്കര അഗ്നിഗോളം പോലെ എന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിൽ ഈശോയെ കൊടുത്ത് പറന്ന് നടന്നിരുന്ന ഒരാളെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. നാവ് ഭയങ്കര തീ പോലെ, തീജ്വാലയായി, തീയുണ്ട കണക്കെ. അല്ല, കൈവൊക്കെ നോക്ക്. പൗലോസ്ലീഹ. വെരി ഗുഡ്, നല്ല കൈ കൊടുക്കാം. മോൾ മുമ്പിലേക്ക് വരാം. PTA പ്രസിഡന്റ് ആണ് മോൾക്ക് സമ്മാനം കൊടുക്കുന്നത്. മൂന്നാമത്തെ ചോദ്യം ഇതാണ്. ഈ നാവ് ഭയങ്കര പവർഫുൾ ആണ്. ഒരാള് മുകളിൽ നിന്ന് താഴേക്ക് വീഴാണ്. അപ്പോ ഒരു വിശുദ്ധൻ പോയിന്ന് പറഞ്ഞു, 1 മിനിറ്റ് നീ അവിടെ നിൽക്കൂ, ഞാൻ പോയിട്ട് പെർമിഷൻ എടുത്തിട്ട് വരാം. അങ്ങനെ പറഞ്ഞിട്ട് ഒരു വിശുദ്ധൻ
ആ വിശുദ്ധന്റെ നാവ് ഇപ്പോഴും അഴുകാതിരിപ്പുണ്ട്. ഡു നോ ഹൂ ഇസ് ദാറ്റ്? ഞാൻ സത്യമായിട്ടും കണ്ടത് അവളുടെയാണ്. എന്റെ കണ്ണിന്റെ കുഴപ്പമായതുകൊണ്ടാണോ എന്നറിയില്ല. ട്രൈ നെക്സ്റ്റ് ചാൻസ്. യു കം സിംപ്ലി. പേരൊന്ന് പറയണം കേട്ടോ. ആൻസർ ഒന്ന് പറയാവോ? കെസിയ ബിനോയ്. ആൻസർ പറയാം. മിസ്റ്റർ അന്തോണീസ്. വിശുദ്ധ അന്തോണീസ് ആണ് ഈ പറഞ്ഞ ചോദ്യത്തിന്റെ ഉത്തരം. മോൾക്ക് സമ്മാനം കൊടുക്കുന്നത് നമ്മളുടെ ഇടവകയിലെ കാറ്റക്കിസം ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഒരു സിസ്റ്ററിനെ നമുക്ക് വിളിക്കാം. നമ്മളുടെ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാണ്. ചോദ്യം ഇതാണ്: പറക്കുന്ന വിശുദ്ധൻ. മിസ്റ്റർ ജോസഫ് കുപ്രതീനോ. ജോസഫ് കുപ്പർത്തീനോ ആണ് പറക്കുന്ന വിശുദ്ധൻ. വെരി ഗുഡ്. അപ്പോൾ ഈ നോൺ ടീച്ചിങ് സ്റ്റാഫിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ആർക്കെങ്കിലും ഒരാൾക്ക് മുന്നോട്ട് വന്ന് നമ്മുടെ ജോസഫ് കുപ്പർത്തീനോ ആൻസർ പറഞ്ഞ കുഞ്ഞിന് സമ്മാനം കൊടുക്കാം. നോക്കൂ, അടുത്ത ചോദ്യം. മാതാവ് വ്യത്യസ്ത പേരുകളാണ് അറിയപ്പെടുന്നത്. മാതാവിന്റെ 10 വ്യത്യസ്ത പേരുകൾ പറയുന്ന ആൾക്ക് സമ്മാനം. യെസ്, ഇവൻ നമുക്കൊരു ചാൻസ് കൊടുക്കാം. ഞാൻ ചോദിക്കാൻ കാരണം, ഇവിടെ വന്നപ്പോൾ നിങ്ങളുടെ പള്ളിയിൽ മാതാവിന്റെ വിവിധ രൂപങ്ങൾ പെയിന്റിങ്ങും കാരിക്കേച്ചറും ഒക്കെ ആയിട്ട് അവിടെ ചെയ്ത് അലങ്കരിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അത് കണ്ടതുകൊണ്ടാണ് ഞാൻ ചോദിക്കാൻ കാരണം. അത് ചെയ്ത ആളുകൾക്ക് ഒരു നല്ലൊരു അപ്രിസിയേഷൻ, നല്ല കൈയടി. മോൻ മുമ്പിലേക്ക് വരാം, മോന്റെ പേര് പറയാം, എന്നിട്ട് മോൻ അറിയാവുന്ന മാതാവിന്റെ പേരൊക്കെ അങ്ങ് പറ. സമ്മാനം. എൻ്റെ പേര് ബ്രസീല്. പരിശുദ്ധ കനികാമരത്തിന്റെ വിവിധ പേരുകള്: അമലോത്ഭവ കന്യക, കുരുക്കഴിക്കുന്ന മാതാവ്, വെള്ളങ്ങണ്ണി മാതാവ്, നിത്യസഹായ മാതാവ്, കർമ്മല മാതാവ്, പരിശുദ്ധ രാജ്ഞി, ഫാത്തിമ മാതാവ്, ദൈവമാതാവ്, തിരുകന്യക, ലൂർദ് മാതാവ്. ലൂർദ് മാതാവ്. നല്ലൊരു കൈയ്യടി കൊടുക്കാം മോന്. അപ്പൊ നമ്മുടെ ബ്രസീലിന് സമ്മാനം കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ IFL കോർഡിനേറ്റർ ആയിട്ടുള്ള സിസ്റ്ററെ സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം സിസ്റ്റർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സിസ്റ്റർ. എത്ര വർഷമായി സാർ പ്രധാനാധ്യാപകനായിട്ട് ഇപ്പോ മിനിസ്റ്റർ ചെയ്യുന്നു ഇവിടെ പള്ളിയിൽ? പ്രധാനാധ്യാപകനായിട്ട് ഇവിടെ ഒരു അവസരം കിട്ടിയപ്പോൾ എനിക്ക് ഇപ്പൊ ഏകദേശം 1 വർഷത്തിന്റെ അടുത്ത് ആവുന്നേ ഉള്ളൂ. ഈ ഒരു അക്കാഡമിക് ഇയറിലാണ് ഒരു അവസരം കിട്ടിയത്. ജോലി എന്നതിനേക്കാൾ ഉപരി ദിസ് ഇസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ബി വിത്ത് ഗോഡ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ടു ബി വിത്ത് ഗോഡ്, മോർ ദാൻ ദാറ്റ് ഫാക്കൽറ്റീസും സ്റ്റുഡൻസും എല്ലാവരും വലിയൊരു എനർജിയാണ് സത്യത്തിൽ എനിക്ക് തരുന്നത്. അതാണ് ഇവിടെ നമ്മളെ ഇത്രമാത്രം സന്തോഷത്തോടു കൂടി ആയിരിക്കാനായിട്ട് സാധിക്കുന്നത്. ഒരു കുഞ്ഞു കാര്യോട് ചോദിച്ചിട്ട് നമുക്ക് നമ്മുടെ പ്രോഗ്രാമിന്റെ അവസാനത്തിലേക്ക് പോകാം. നോക്കൂ, എനിക്കറിയാം ഈ പ്രധാന അധ്യാപകൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ ഉത്തരവാദിത്വം ഉണ്ട്. ആസ് വെൽ നമുക്ക് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ കുറെ മാറ്റേണ്ടി വരും. ഞാനൊരു കാറ്റഗിസം ഡിപ്പാർട്ട്മെന്റ് പ്രധാന അധ്യാപകനായതുകൊണ്ട് കൃത്യമായിട്ട് അറിയാം. നമ്മുടെ ഫാമിലിയിൽ ഒരു പരിപാടിക്കും പോകാൻ പറ്റില്ല, വീട്ടുകാരോട് കുട്ടികളുടെ ഞായറാഴ്ച സ്പെൻഡ് ചെയ്യാൻ ടൈം കിട്ടില്ല. എന്നിട്ടും എന്തേ ഇപ്പൊ എൻ്റെ ഒക്കെ ലൈഫിൽ തന്നെ ഒരു പക്ഷെ എൻ്റെ ഓർമ്മ വെക്കുമ്പോൾ മുതലേ തന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കൊക്കെയും പള്ളിയില് തുടക്കം മുതലേ നമ്മളുണ്ട്. അതായത് നമ്മുടെ ലൈഫിന്റെ ഒരു ഞായറാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച എന്ന് പറയുന്നത് അന്നും പള്ളിയിൽ തന്നെയാണ്. ഒരു പക്ഷേ തുടക്ക സമയത്ത് കാറ്റസിന്റെ ഭാഗമായിട്ടായിരിക്കാം, പിന്നീട് ജീസസ് യൂത്തിന്റെ ഭാഗമായിട്ടായിരിക്കാം, ദെൻ CLC, ദെൻ കാറ്റസിൽ തന്നെ. ഇപ്പൊ ഞാൻ വന്നിട്ട് ഏകദേശം 15ഓളം വർഷമായി. അപ്പൊ നമ്മൾ ഓർമ്മ വെക്കുമ്പോൾ തന്നെ കണ്ടീഷൻഡ് ആണ്. എന്താണ്? സൺഡേ ആൻഡ് സാറ്റർഡേ നമുക്ക് പള്ളിയിലേക്കാണ്. ഈ കുഞ്ഞുങ്ങളെ കുറിച്ച് സാറിന്റെ സ്വപ്നം കൂടെ പറഞ്ഞിട്ട് ഇങ്ങനെ തുടർന്നും കുറെ ആക്ടിവിറ്റീസുകൾ ഇപ്പൊ ഞങ്ങളുടെ കാറ്റസിന്റെ ഭാഗമായിട്ടാണെങ്കിൽ ഇപ്പൊ IFL, ഇപ്പൊ ഞങ്ങള് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന്റെ ഭാഗമായിട്ടാണ് IFL ഇവിടെ രൂപീകരിച്ചിട്ടുള്ളത്. IFL വളരെ പ്രകടമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ തുടർന്നും കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് എന്നാണ് സത്യം പറഞ്ഞാൽ എന്റെയും എന്റോടൊപ്പമുള്ള അധ്യാപകരുടെയും സ്വപ്നമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വെരി ഗുഡ് സർ, താങ്ക് യു സോ മച്ച്. അപ്പോൾ വളരെ മനോഹരമായ വാക്കുകളുടെ നാവിന്റെ ശക്തിയെപ്പറ്റി നമ്മളെ ഈ ലോകത്തോട് മുഴുവൻ വിളിച്ചു പറഞ്ഞ ലിറ്റിൽ ഫ്ലവർ ചർച്ച് പോട്ടയിലെ കുഞ്ഞുങ്ങൾക്കും അധ്യാപകർക്കും ഇടവക വികാരിക്കും കൈക്കാരന്മാർക്കും എല്ലാവർക്കും നന്ദി. ലോകം മുഴുവൻ അനുഗ്രഹം നിറഞ്ഞ വാക്കുകൾ പറയുന്നവരായി ഇടവക മാറട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി.